നമസ്കാരം. ഓണത്തിനോടനുബന്ധിച്ച് ശനിയാഴ്ച കൂടി സർക്കാർ അവധി പ്രഖ്യാപിച്ചതോടെ കേരളം നിശ്ചലമാവുകയാണ് 10 ദിവസത്തേക്ക്. ഒരു മാസം ഇത്രയധികം അവധി നൽകുന്നത് കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? സർക്കാർ ജീവനക്കാരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകുന്നത് മൂലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയെന്ന് കണക്ക് കൂട്ടാനാകുമോ? അവധികൾ ആർക്കു വേണ്ടി? ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. ഓണത്തിന് നേരത്തെ പ്രഖ്യാപിച്ച അവധിക്ക് പുറമെ ശനിയാഴ്ച കൂടി സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഓണാവധി ഒരാഘോഷമാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. സർക്കാർ ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഇത്തരം അവധി പ്രഖ്യാപനങ്ങൾ കേരളത്തിന് ഗുണകരമാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഏകദേശം 10 ദിവസത്തോളം കേരളം നിശ്ചലമാവുകയാണ്. സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം ഇനിയും കൂടും. വ്യവസായ മേഖലയും സർവീസ് മേഖലയുമെല്ലാം നിശ്ചലമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ പ്രകടമാവുക. കേരളത്തിൽ വിസ്മയം തീർക്കുമെന്ന് പുതുതായി അധികാരമേറ്റ UDF സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിൽ അവധികൾ നൽകുന്നത് ഗുണകരമാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വികസന രംഗത്ത്, പ്രത്യേകിച്ചും വ്യാവസായിക രംഗത്ത് 10 ദിവസത്തെ അവധി കേരളത്തെ എത്ര ദിവസം പുറകോട്ട് നയിക്കുമെന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയാണ് സർക്കാർ ജീവനക്കാർക്ക് ഇത്രയധികം അവധി നൽകുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാണ്? സർക്കാർ ജീവനക്കാരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയോ? ഒരു വർഷം സർക്കാർ ജീവനക്കാർക്ക് എത്ര അവധി കിട്ടുന്നുണ്ടെന്ന് പരിശോധിക്കാം. എല്ലാ ഞായറാഴ്ചകളിലെ അവധിയും രണ്ടാം ശനിയാഴ്ചകളിലെ അവധിയും കണക്കിലെടുത്താൽ മാത്രം 64 അവധി ദിനങ്ങളായി. ഒരു വർഷം സാധാരണയായി നൽകുന്ന അവധി 22 ദിവസങ്ങളാണ്. അപ്പോൾ തന്നെ 86 ദിവസം അവധിയായി. ഇതുകൂടാതെ ഒരു വർഷം 20 കാഷ്വൽ ലീവ്, 30 ഏൺഡ് ലീവ്, 20 അർദ്ധവേതനാവധി എന്നിവയും ലഭിക്കുന്നു. ഒരു വർഷമുള്ള 365 ദിവസങ്ങളിൽ 209 ദിവസമാണ് ഈ അവധികളെല്ലാം കഴിഞ്ഞുള്ള പ്രവൃത്തി ദിനങ്ങൾ. ഇതിനു പുറമെ വനിതാ ജീവനക്കാർക്ക് 180 ദിവസത്തെ പ്രസവാവധിയും പുരുഷന്മാർക്ക് 10 ദിവസത്തെ പിതൃത്വാവധിയും ഉണ്ടെന്ന കാര്യം തൽക്കാലം മാറ്റിവെക്കാം. 365 ദിവസങ്ങളിൽ 156 ദിവസത്തെ അവധിയും കഴിഞ്ഞ് ഓഫീസിൽ വരുന്ന സർക്കാർ ജീവനക്കാർ പിന്നീട് എത്ര സമയം ജോലിയെടുക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഔദ്യോഗിക ജോലി സമയം. ഉച്ചഭക്ഷണത്തിലുള്ള സമയം കൂടി മാറ്റിവെച്ചാൽ 7 മണിക്കൂർ. ഇതിൽ രാവിലെ കൃത്യം 10 മണിക്ക് ജോലിക്ക് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര പേരുണ്ട്? വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അതുകൊണ്ടാണല്ലോ സർക്കാർ ഓഫീസുകളിലെ പഞ്ചിങ്ങിനെ സർക്കാർ ജീവനക്കാരും അവരെ നയിക്കുന്ന ട്രേഡ് യൂണിയനുകളും എതിർക്കുന്നത്. ഇനി 10:30 ഓഫീസിൽ എത്തി ഫയലുകളൊന്ന് തുറന്നു വരുമ്പോഴേക്കും ചായക്കുള്ള സമയമായി. ചായ കൂടി കഴിഞ്ഞാലാണ് സർക്കാർ ഓഫീസുകളൊന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ചു തുടങ്ങുക. അപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിലുള്ള സമയമായി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് 2 മണിയോടെ സീറ്റിലെത്തുന്ന സർക്കാർ ജീവനക്കാരിൽ അധിക പേരും ഉച്ചയ്ക്ക് ശേഷമുള്ള ചായ കുടിക്കായി പിന്നെയും സമയം മാറ്റിവെക്കും. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സർക്കാർ ജീവനക്കാരൻ്റെ കാര്യക്ഷമമായ എത്ര മണിക്കൂർ പ്രവർത്തിക്കാൻ ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇത് എല്ലാ സർക്കാർ ജീവനക്കാരുടെയും കാര്യമല്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. നല്ലൊരു വിഭാഗം ജീവനക്കാരും കൃത്യസമയത്ത് ജോലി എടുക്കുന്നതിൽ മടി കാണിക്കുന്നവരാണ്. സർക്കാർ ജീവനക്കാർക്ക് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് പറയുന്നത് നല്ല കാര്യം. സമയബന്ധിതമായി ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അല്ലെങ്കിൽ ശിക്ഷാ നടപടികളടക്കം കൊണ്ടുവരണം എന്ന സർക്കാരിൻ്റെ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു.
അതിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് കൃത്യസമയത്ത് ജോലി സ്ഥലത്ത് ജീവനക്കാർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയെങ്കിലും വേണം. അതിനിടയിലാണ് ഓണ അവധിയുടെ കൂടെ അധിക അവധി കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കേണ്ടത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായി ലോകമെങ്ങും വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. AI സാങ്കേതിക വിദ്യയും റോബോട്ടിക് സാങ്കേതിക വിദ്യയും സമസ്ത മേഖലയിലും പിടിമുറുക്കി കഴിഞ്ഞു. എന്തിനേറെ, അത്ലറ്റിക് രംഗത്ത് വള്ളംകളി മത്സരത്തിൽ എന്നുവേണ്ട നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ. കേരളത്തിൽ ഓട്ടോമേഷൻ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ശ്രമം നടത്തിയിരുന്നു. 2018 വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ കേരളത്തിൽ കൊണ്ടുവന്ന് പാഠ്യപദ്ധതി രൂപീകരിക്കാനും കേരളത്തിലെ യുവാക്കളെ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനുമാണ് ശ്രമം നടത്തിയത്. എന്നാൽ സർക്കാരിൽ നിന്നോ അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നോ അതിനുള്ള പിന്തുണ ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയിലെ കോടതികളിൽ കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നത് പല തലങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ അതിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. നീണ്ട വർഷങ്ങളാണ് പല പ്രമാദമായ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി വരുന്നത്. വിധി വരുമ്പോഴേക്കും പ്രതികൾ മരിച്ചു പോവുകയും കേസിന് തന്നെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിലാണ് സ്ഥിരം അവധികൾക്ക് പുറമെ അധിക അവധി കൂടി അനുവദിക്കുന്നത്. ഇതിനെല്ലാം മാറ്റം വരണം. ജീവനക്കാർക്ക് അവധി നൽകുന്നതിന് ആരും എതിരല്ല. അവധി കഴിഞ്ഞ് കൂടുതൽ ഊർജ്ജസ്വലരായി ജീവനക്കാർ ജോലിക്ക് എത്തുമ്പോഴാണ് ജീവനക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. സംശയാതീതമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണിത്. എന്നാൽ അവധി ആലസ്യത്തിലേക്ക് കേരളം താഴ്ന്നു പോകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെയാണ് കോട്ടം സംഭവിക്കുന്നത്. കാലത്തിനു മുൻപേ സഞ്ചരിക്കേണ്ട നാം അവധിയെടുത്ത് ആഘോഷങ്ങളിൽ മുഴുകിക്കഴിയുകയാണ്. അവധി നൽകിയല്ല കേരളത്തിൽ വിസ്മയം തീർക്കേണ്ടത്. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറണം. അതിന് കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ മാറട്ടെ എന്നാണ് ട്രയാങ്കിളിന് ആശംസിക്കാനുള്ളത്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.